അരുൺ അമർനാഥ് കൂടിയുണ്ട്. അരുൺ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ഘട്ടത്തിലും അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്തും അവിടുത്തെ രാഷ്ട്രീയ വിവാദങ്ങളിലുമെല്ലാം എല്ലാ ദിവസവും അവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ആളാണ്. മാതൃഭൂമി ന്യൂസ് പ്രതിനിധിയാണ് അരുൺ. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പൂർത്തീകരിക്കുമ്പോൾ ഇതുവരെ നിറഞ്ഞൊഴുകിയത്, ചാലിയാറിലൂടെ നിറഞ്ഞൊഴുകിയത് എന്തെല്ലാം വിവാദമാണ് എന്നത് ഈ പൊതുജനങ്ങൾ ആകെ കണ്ടതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയധികം പോളിംഗ് പെർസെന്റേജ് ഉയരും, 75% പേരെങ്കിലും വോട്ട് രേഖപ്പെടുത്തും എന്നത് പ്രതീക്ഷിച്ചതാണോ? രതീഷ്, ഇന്ന് രാവിലെ പോലും നീണ്ടു നിന്ന അത്തരത്തിലുള്ള രാഷ്ട്രീയ രംഗങ്ങൾ നമ്മൾ കണ്ടു. അവിടെയും നിലമ്പൂരിലെ വോട്ടർമാർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് പറയാനുണ്ട്, ഇത് ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും സാധ്യത അവമതിപ്പുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നൊക്കെ പറയപ്പെട്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വോട്ടർമാർ മാതൃഭൂമി ന്യൂസ് മൈക്കിന് മുന്നിൽ പോലും പല വോട്ടർമാരും പറയുന്നത്. ഈ ബൂത്ത് ഏജന്റുമാർക്കൊക്കെ തന്നെ അത്തരത്തിലുള്ള പ്രതീക്ഷയുണ്ട്. മുന്നണികളെല്ലാം തന്നെ അത്തരത്തിൽ ഒരു തൃപ്തി ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ പോളിംഗിൽ ഒരു മാസത്തോളമുള്ള പ്രയത്നമാണ്. ഇപ്പോൾ പരമാവധി വോട്ടർമാർ എത്തിക്കാനായി എന്നൊരു സംതൃപ്തി അവർക്കുണ്ട്. ഈ ഒരു മഴയും വെല്ലുവിളിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന ഒരു പോളിംഗ് ആയിരുന്നു രാവിലെയൊക്കെ. അപ്പോൾ കൃത്യമായ ഒരു പോളിംഗ് നടന്നോ? കൂടുതൽ മികവുള്ള ഒരു പോളിംഗ് നടന്നോ? തീർച്ചയായിട്ടും. നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ ശക്തമായിട്ട് വർക്ക് ചെയ്തു. ഞങ്ങളെ പ്രവർത്തകരെ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. രാവിലത്തെ മഴ കുറച്ചുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മാറി എല്ലാ ആളുകളും ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി, വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ചോദ്യം അത് ജനങ്ങൾക്ക് സ്വീകരിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾക്ക് പലതും പറയാനുണ്ട് എന്ന് കാണിക്കുന്ന കൂടിയാവൂല്ലേ പോളിംഗ്? തീർച്ചയായിട്ടും ഈ 2 വർഷം നടന്ന എല്ലാ സംഭവവികാസങ്ങൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഞങ്ങളെ വോട്ടിയാക്കിനെ ജയിപ്പിക്കും. അതെ, അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രതീക്ഷകൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തർക്കും അത്ര വീക്ഷണങ്ങളും രാഷ്ട്രീയങ്ങളും ഒക്കെ തന്നെയുണ്ട്. എന്താണ് നിലമ്പൂരിലെ ഈ പോളിംഗ് കണ്ടിട്ടുള്ള പ്രതീക്ഷകളും ഒപ്പം തന്നെ ജനം കൃത്യമായി ഒരു വിലയിരുത്തലിലേക്ക് കടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിൻ്റെ ഇലക്ഷൻ വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഈ ബൂത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു 10% പോളിംഗ് അധികമുണ്ട് ഈ ബൂത്തിൽ, നമ്മൾ നിൽക്കുന്ന ബൂത്തിൽ. അതെ, തീർത്തും അപ്രതീക്ഷിതമായി എത്തിയ ഒരു തെരഞ്ഞെടുപ്പിനെ നിലമ്പൂരുകാർ ഗൗരവമായി കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അന്തിമ കണക്ക് വരുമ്പോൾ 75-ന് അടുത്തേക്ക് ആ കണക്കുകൾ എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്, വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും മികച്ച ഒരു പോളിംഗ് നടന്നിരിക്കുന്നു. ബാക്കിയെല്ലാം 23-ാം തീയതി ചിത്രം തെളിയുമ്പോൾ വ്യക്തമാകും എന്താണ് നിലമ്പൂരിന്റെ ഉള്ളിലിരിപ്പ്, എങ്ങനെയായിരിക്കും ഇമ്പാക്ട് ഉണ്ടാക്കുക എന്താണ് ഇനി രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച്. വലിയ ഭൂരിപക്ഷത്തിൽ, വമ്പൻ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ച ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയും പോളിംഗ് ഉണ്ടായില്ല എന്നതാണ് ഇപ്പോൾ ആ ബൂത്തിൽ സംസാരിച്ച ആൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ പോളിംഗ് പെർസെൻറ്റേജിലെ മാറ്റം എന്തുകൊണ്ട് കൂടുതൽ പേർ ഉപതെരഞ്ഞെടുപ്പായിട്ടും ഒരു തൽക്കാലത്തേക്കുള്ള ഒരു നിയമസഭാംഗത്തെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പായിട്ടും ഇത്രയധികം പോളിംഗ് പെർസെൻറ്റേജ് ഉയർന്നു എന്നതിലൊക്കെ ഇനി വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. അന്തിമ പോളിംഗ് പെർസെൻറ്റേജ് വന്നതിന് ശേഷം മാത്രമേ, പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കുകൾ വന്നതിന് ശേഷം മാത്രമേ മുൻ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് പെർസെൻറ്റേജുമായൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ അക്കാര്യത്തിൽ നമുക്കൊരു ധാരണയിലേക്ക്, അനുമാനങ്ങളിലേക്ക് എത്താൻ കഴിയൂ. എങ്കിലും പോളിംഗ് പെർസെൻറ്റേജ് ഉയർന്നു നിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 70.76% പേർ വോട്ട് രേഖപ്പെടുത്തി. 5 മണിവരെ എന്താണ് ഔദ്യോഗികമായ കണക്ക്, അത് 75%-ലേക്ക് എത്തിച്ചേരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി